എൻ്റെ പേര് രാജൻ എന്നാണ്. ഇടരക്കാട്ടിലാണ് താമസം. ഞാനിപ്പോൾ 4 വർഷമായിട്ട് ഈ കണ്ടലിൻ്റെ പരിപാലനമായിട്ട് 4 വർഷം ആയി. അയ്യായിരത്തിൽ പരം കണ്ടലുകളിപ്പോൾ നട്ട് കഴിഞ്ഞു. വളർന്നതൊക്കെ പ്രകൃതിൻ്റെ കാരണത്താൽ തന്നെ കുറച്ചൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു മൂത്ത സമയത്ത് ഒരു മുരു പിടിച്ച് അതിൻ്റെ ഭാരം കൊണ്ട് പൊട്ടി വീണ് ഇത് നശിച്ചു പോകും. അപ്പോൾ അതൊക്കെ എനിക്ക് തരണം ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട്. അതിന് കുറ്റി കൊടുത്ത് അത് താങ്ങി നിർത്തുന്ന ഒരു പദ്ധതിയാണത്. അതൊക്കെ ഒരു മത്സ്യത്തൊഴിലാളി എന്ന നിലയ്ക്ക് എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യേണ്ടത് എൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ചെയ്തില്ല. പഞ്ചായത്ത് മറ്റുള്ള സംഘടനകളോ അത് ഏറ്റെടുത്ത് അത് സംരക്ഷിച്ചാൽ അത് കൂടുതൽ കാലം നിലനിൽക്കും. അപ്പോൾ അതിനെക്കൊണ്ടുള്ള നേട്ടം എന്ന് വെച്ചാൽ മത്സ്യപ്രജനനവും അതുപോലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. ഇന്ന് പാരിസ്ഥിതികമായിട്ട് പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ കണ്ടലുകൾ ഇതുപോലുള്ള മരങ്ങൾ നട്ട് വളരുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിക്കതൊരു മുതൽക്കൂട്ടാണ്. അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഏത് സംഘടനയായാലും അത് ഏറ്റെടുത്ത് ചെയ്താൽ അത് ഉപകാരപ്രദമാണ്. പ്രകൃതിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടല്ലോ. നമ്മളെ പ്രകൃതി വായു ശുദ്ധീകരണത്തിന്, ശുദ്ധജല സംരക്ഷണം, കണ്ടലുകളെന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ വൃക്കകളെന്നല്ലോ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മത്സ്യങ്ങളുടെ മുട്ട ഇട്ട് അത് വളരാനും അങ്ങനെയൊക്കെ ഇതിന്